മാർച്ച് 30 വിശുദ്ധവാരത്തിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 12 1 മുതൽ 11 വരെ വാക്യങ്ങൾ. 19-ാം നൂറ്റാണ്ടിലെ ഒരു എഴുത്തുകാരനായിരുന്നു തോമസ് കാർലൈൽ. അദ്ദേഹം തൻ്റെ ഭാര്യ ജെയിനെ വളരെ നിസ്സാരമായി കണ്ടു. പിശുക്കനായൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപൂർവമായി മാത്രമേ അദ്ദേഹം അവളോട് സ്നേഹം കാണിച്ചുള്ളൂ. ഒരു ദിവസം ജെയിൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി മരിച്ചു. അതോടെ കാർലൈൽ വിഷാദത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു. തൻ്റെ ഭാര്യയായ ആ സ്ത്രീയോട് ജീവിതകാലം മുഴുവൻ താൻ എത്രമാത്രം പരിഗണനയില്ലാതെ പെരുമാറിയെന്ന് അയാൾ പെട്ടെന്ന് മനസ്സിലാക്കി. കാർലൈന് രാത്രികളിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇരുട്ടിൽ ഉണർന്നിരുന്ന അദ്ദേഹം നിലവിളിക്കും, "ഓ, ഞാൻ അവളെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്ന് അറിയിക്കാൻ ഒരിക്കൽ കൂടി അവളെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ." ഇന്നത്തെ സുവിശേഷത്തിൽ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ബഥനി പട്ടണത്തിൽ യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ യേശു മരിച്ചവരിൽ നിന്ന് അത്ഭുതകരമായി ഉയർപ്പിക്കപ്പെട്ട ലാസറിൻ്റെ വീട്ടിൽ ഒരു അതിഥിയായി എത്തുന്നു. യേശുവിൻ്റെ ബഹുമാനാർത്ഥം നടക്കുന്ന ഒരു അത്താഴ വിരുന്നിലാണ് ഇന്നത്തെ രംഗം. ലാസറും മാർത്തായും മറിയവും മറ്റുള്ളവരും പങ്കെടുക്കുന്നു. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കായി ഒരു അടുപ്പവും പവിത്രമായ അന്തരീക്ഷവും ഇത് സൃഷ്ടിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്തിലെ കാതലായ ഭാഗം മറിയത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആഴമായ പ്രവൃത്തിയാണ്. അവൾ വിലയേറിയ ഒരു കുപ്പി ശുദ്ധമായ നാർഡ് സുഗന്ധദ്രവ്യം എടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ ഒഴിക്കുന്നു. ഈ പ്രവൃത്തി വെറുമൊരു ആഡംബര പ്രകടനമല്ല, മറിച്ച് യേശുവിനോടുള്ള അവളുടെ ആഴമായ ആദരവിൻ്റെയും ആരാധനയുടെയും പ്രതീകാത്മക പ്രകടനമാണ്. വിലയേറിയ സുഗന്ധദ്രവ്യത്തിൻ്റെ ഉപയോഗം അവൾ അവനിൽ അർപ്പിക്കുന്ന മൂല്യത്തെ സൂചിപ്പിക്കുന്നു. അതേസമയം തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുന്ന പ്രവൃത്തി താഴ്മയും വ്യക്തിപരമായ ത്യാഗവും പ്രകടമാക്കുന്നു. യഥാർത്ഥമായ ആരാധനയുടെ ഒരു ഉജ്ജ്വല ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. അതിഥികളിൽ ഒരാളായ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് ഇസ്കാരിയോട്ട് ഈ സുഗന്ധദ്രവ്യം വിറ്റ് പണം ദരിദ്രർക്ക് നൽകാമായിരുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറിയത്തിൻ്റെ പ്രവൃത്തികളുടെ ആഡംബരത്തെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ യേശു മറിയത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു. അവളുടെ സ്നേഹപ്രകടനത്തിന് അവളെ അഭിനന്ദിക്കുകയും തൻ്റെ ശവസംസ്കാരത്തിനായി അവനെ അഭിഷേകം ചെയ്തു എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ വിശ്വാസത്തോടുള്ള നമ്മുടെ സ്വന്തം പ്രതിബദ്ധതയെയും യേശുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ മറിയത്തിൻ്റെ മാതൃക നമ്മെ വെല്ലുവിളിക്കുന്നു. തിരക്കേറിയ ഒരു ലോകത്തിൻ്റെ ശ്രദ്ധാശൈഥില്യങ്ങൾക്കിടയിൽ ആരാധനയിലും ആത്മീയ വളർച്ചയിലും നാം നമ്മുടെ സമയവും വിഭവങ്ങളും ഊർജവും എങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് പരിഗണിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. വീട്ടിൽ തങ്ങി നിൽക്കുന്ന സുഗന്ധം പോലെ നമ്മുടെ ആരാധനയും ഭക്തിയും ചുറ്റുമുള്ളവരിൽ ശാശ്വതമായ ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിവുള്ളവയാണ്. ദൈവത്തോടുള്ള ഭക്തിയിലും സേവനത്തിലും ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ ഭംഗി അത് പ്രകാശിപ്പിക്കുന്നു. ഉപസംഹാരമായി പ്രിയപ്പെട്ടവരെ, ബഥാനിയയിലെ മറിയയുടെ അഭിഷേകത്തെക്കുറിച്ചുള്ള വിവരണം നമ്മെ ആത്മപരിശോധനയിലേക്കും പ്രവർത്തനത്തിലേക്കും ക്ഷണിക്കുകയാണ്. നമ്മുടെ ആരാധനയുടെ ആത്മാർത്ഥത, നമ്മുടെ ഭക്തിയുടെ ആഴം
യേശുവിനോടുള്ള ത്യാഗപരമായ സ്നേഹം എന്നിവ പരിശോധിക്കാൻ അത് നമ്മെ ക്ഷണിക്കുന്നു. അവളുടെ മാതൃകയിലൂടെ സത്യാരാധന വെറും ആചാരങ്ങളെ മറികടക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അത് എളിമയിൽ കീഴടങ്ങിയ ഒരു ഹൃദയത്തെയും ത്യാഗപരമായ സ്നേഹത്താൽ അടയാളപ്പെടുത്തിയ ഒരു ജീവിതത്തെയും നമ്മുടെ അസ്തിത്വത്തിൻ്റെ എല്ലാ വശങ്ങളിലും വ്യാപിക്കുന്ന ഒരു ഭക്തിയെയും ഉൾക്കൊള്ളുന്നു. എല്ലാവർക്കും വിശുദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.